ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ബസ്സിലുണ്ടായ സംഭവത്തിൽ ആത്മഹത്യ നടന്ന കേസിലാണ് ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ ഷിംജിതയ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. നേരത്തെ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചിരുന്നില്ല. എന്താണ് ഇപ്പോൾ ജാമ്യം നൽകുമ്പോൾ കോടതി വ്യക്തമാക്കുന്നത്? ഓർഡർ അഭിഭാഷകന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അറിയാൻ കഴിയുന്നത് ജാമ്യം ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ചെന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ഷിംജിത അറസ്റ്റിലായി ജയിലിലാവുന്നത്. മഞ്ചേരി ജയിലിൽ തുടരുകയാണ്. ഇതിനിടയിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിനുശേഷമാണ് ജില്ലാ കോടതിയിലോട്ട് ജാമ്യാപേക്ഷ എത്തുന്നത്. കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ വാദം കേട്ടിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ജില്ലാ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 21-ാം തീയതി മുതൽ ഷിംജിത റിമാൻഡിൽ കഴിയുകയാണ്. പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചത്. അതൊക്കെ തന്നെ കോടതി ശക്തമായി വാദം കേട്ടെങ്കിൽ വേണ്ട തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. പ്രതികളെ സ്വാധീനിക്കാൻ കഴിയില്ല തുടങ്ങിയ വാദങ്ങൾ പ്രതിയുടെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ജില്ലാ കോടതി ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഏതായാലും പോലീസ് കഴിഞ്ഞ ദിവസം ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം തിരികെ റിമാൻഡിൽ പോവുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വിശദമായി വാദം കേട്ട ശേഷം ഷിംജിതയ്ക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഷിംജിതയ്ക്ക് ജാമ്യം ലഭിക്കുന്നു. ബസ്സിൽ വെച്ച് യുവാവ് മോശമായി പെരുമാറി എന്ന് ആരോപിച്ചുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കുകയും ആ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ യുവാവ് ദീപക് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ വലിയ വിവാദവും വലിയ ചർച്ചയും ഉണ്ടായതാണ്. ഒടുവിൽ ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് ഷിംജിതയ്ക്ക് പിന്നാലെ നടക്കുമ്പോൾ ഷിംജിത കുറച്ചു ദിവസം ഒളിവിലായിരുന്നു. പിന്നീടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇത്രയും ദിവസം ജയിലിലായതിനു ശേഷം ഷിംജിത പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജാമ്യം ലഭിച്ചിരിക്കുന്നു. സരോജ്, ഇപ്പോൾ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ജാമ്യം നൽകുമ്പോൾ എന്താണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്? ഇതിലൂടെയാണ് ജാമ്യം കൊടുത്തതെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ ജാമ്യം അനുവദിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതായത് കോടതിയിൽ പ്രോസിക്യൂഷൻ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ജാമ്യം നൽകാൻ പാടില്ല. ഷിംജിതരെ ഒപ്പം തന്നെ ആത്മഹത്യ ചെയ്ത ദീപകിന്റെയും മൊബൈൽ ഫോണിന്റെ ഉൾപ്പെടെയുള്ള പരിശോധന ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. പക്ഷേ വിശദമായി തന്നെ വാദം കേട്ട ശേഷമാണ് ഷിംജിതയ്ക്ക് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 21-ാം തീയതി മുതൽ ഷിംജിത റിമാൻഡിൽ തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരി, വിനീത വേണുകൂടി. വിനീത, ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ കേസ് വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്തതാണ്. കാരണം ബസ്സുകളിൽ അല്ലെങ്കിൽ ട്രെയിനുകളിലൊക്കെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ അതോട് ചേർത്ത് വെക്കാവുന്ന കേസാണോ എന്ന രൂപത്തിൽ വീണ്ടും ചർച്ച നടന്ന ഒരു സംഭവമാണ്. ഒരു യുവാവിനെ എതിരെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിലിടുന്നു. അത് പോലീസിൽ പരാതി പറയാതെ സമൂഹ മാധ്യമത്തിൽ ഇട്ടുകൊണ്ട് ആൾക്കൂട്ടാക്രമണത്തിന് ഇരയാക്കുന്നു എന്ന രൂപത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് യുവാവിന്റെ ആത്മഹത്യയും സംഭവിച്ചു. അവരുടെ മാതാപിതാക്കളുടെ പ്രതികരണമടക്കം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാവുന്ന വിവരങ്ങൾ? സ്മൃതി, തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നടന്നിട്ടുള്ള സൈബർ ആക്രമണം തന്നെയാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ദീപക് ആത്മഹത്യ ചെയ്യുകയും ഒടുവിൽ ഷിംജിത ഒളിവിൽ പോവുകയും അറസ്റ്റ് ചെയ്യുകയും ആ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷന്റെ വാദം ഇതിൽ ഷിംജിത ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്നതാണ് പ്രോസിക്യൂഷന്റെ വാദമുണ്ടായിരുന്നത്. അത് ആ ആവശ്യം തള്ളിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 21 ദിവസമായി ഷിംജിത റിമാൻഡിൽ കഴിയുകയാണ്. അതുകൊണ്ട് ഫോറൻസിക് ഫലം വരുന്നതുവരെ ജയിലിൽ കഴിയേണ്ടതില്ല. ഏത് തരത്തിലുള്ള ഉപാധികളായാലും അനുസരിക്കാമെന്ന ഷിംജിതയുടെ വാദം, പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷിംജിത പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഉത്തരവ് വന്നാൽ മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയുള്ളൂ. ഈ ദീപകിന്റെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ 21 ദിവസത്തെ റിമാൻഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷിംജിതയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ആ വാദങ്ങൾ ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല
ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നേരത്തെ തന്നെ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതുകൂടി പരിശോധിച്ച ശേഷമാണ് ഈ നടപടി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കഴിഞ്ഞ ആഴ്ച ഷിംജിതയെ കസ്റ്റഡി ലഭിച്ചപ്പോൾ അതിൽ ഒരു ചോദ്യാവലി തന്നെ തയ്യാറാക്കിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഉണ്ടായത്. ഈ ദീപകിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ഇതൊക്കെയാണ് അന്ന് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത്. പക്ഷേ ഇതിൽ ഉണ്ടായിരുന്ന ഒരു ആരോപണം, ദീപകിനെ ഷിംജിത ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് ഉയർന്നത്. ആ ആരോപണങ്ങൾ അത് ശരിവെക്കുന്നതാണോ ഈ ഫലം എന്നതും ഇനി നിർണായകമാണ്. ഏതായാലും ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണത്തോടെ പ്രതി സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം കൂടി അംഗീകരിക്കണം. മാത്രമല്ല ഇതിൽ മറ്റൊരു പരാതി കൂടിയുണ്ട്. സ്മൃതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിന്റെ രണ്ട് വശങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. സമൂഹം രണ്ട് തരത്തിൽ വിഭജിക്കപ്പെട്ടുകൊണ്ട് പല വാദങ്ങളും ഉയർത്തിയതാണ്. ഇതിൽ ഒരു സ്ത്രീ ഇത്തരത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച്, അതിക്രമം ഉണ്ടായാൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പുറത്തുവിടുന്നതിൽ എന്താണ് തെറ്റെന്നതുൾപ്പെടെയുള്ള പലതരം കാര്യങ്ങളും ചർച്ച ചെയ്തതാണ്. ഏതായാലും ബസ്സിൽ തനിക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്ന ഷിംജിതയുടെ ആരോപണമുണ്ട്, പരാതിയുണ്ട്. അതിൽ ഷിംജിത ഇപ്പോഴും ഉറച്ചു നിൽക്കുകയുമാണ്. അന്ന് കോടതിയിൽ ഹാജരാക്കാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും അത് തന്നെയാണ് അവർ ഉത്തരമായി പറഞ്ഞത്. ഏതായാലും ഈ ആരോപണ വിധേയയായ ഷിംജിത അവർക്കിപ്പോൾ ജാമ്യം ലഭിക്കുന്നു. മാത്രമല്ല അവരുടെ പരാതിയും നിലനിൽക്കുന്നുണ്ട്. അതിലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഏറെ നിർണായകമാണ്. പക്ഷെ എന്തൊക്കെയാണ് ഉപാധികൾ എന്നത് ഇനിയും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. വിധി പകർപ്പ് ലഭിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും.